നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് കടന്നു കയറി 1500ഓളം പേരെ വെടിവെച്ചും കഴുത്തറുത്തും കൊന്ന് മൃതദേഹത്തിൽ തുപ്പിയും ചവിട്ടിയും അർമാദിക്കുമ്പോൾ ഹമാസ് ഒരിക്കലും ഓർക്കാത്ത കാര്യമാണ് ഇത് പശ്ചിമേഷ്യയെ മുഴുവനായും ലോകത്തെ ഭാഗികമായി ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കലാണെന്ന്. അതിനുശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഗസൻ മെട്രോ എന്നറിയപ്പെടുന്ന ആ നഗരത്തിന് കീഴിൽ 800 കിലോമീറ്ററോളം നീളത്തിൽ ചിലന്തി വല പോലെ വ്യാപിച്ചിരിക്കുന്ന 1300 തുരങ്കങ്ങളും പൂർണ്ണമായി നിർവീര്യമാക്കി ഹമാസിനെ തുരത്തിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം അടിച്ചുകൊണ്ട് നിർവീര്യമാക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ നടത്തുന്നത്. 100ഓളം കമാൻഡർമാർ ഉൾപ്പെടെ 5000ഓളം ഹമാസ് ഭീകരർ ഇതുവരെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ 40,000ഓളം വരുന്ന സൈനികരുള്ള ഹമാസിന്റെ വേരറുക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായ അനുഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ ഒതുങ്ങി നിന്ന യുദ്ധം ഇപ്പോൾ ലെബനൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സെമി വോൾഡർ ആവുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. കാരണം യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനെ തീർത്തേ അടങ്ങൂ എന്ന കലിപ്പിലാണ്. അവർ ഇസ്രായേൽ കൊടിയുള്ള കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയാണ്. ഇസ്രായേലിന്റെ തൊട്ടടുത്തുള്ള ലെബനോനിലെ ഹിസ്ബുള്ള ആവട്ടെ ഈ കൊച്ചു യഹൂദ രാഷ്ട്രവുമായി നേരത്തെ തന്നെ യുദ്ധത്തിലുമാണ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായി ഇടപെടാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെങ്കിൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ മറ്റൊരു ഗസയാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ സിറിയയിലെ ഷിയാ സഖ്യവും ഇസ്രായേലിനെ ഏത് രീതിയിലും തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അവരുടെ ലോകോത്തര ചാരസംഘടനയായ മൊസാദിന്റെ കണ്ണുകൾ ഇനി ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഇതിൽ യമനിലെ ഹൂതികളാണ് കപ്പൽ ആക്രമണങ്ങളിലൂടെ ഇപ്പോൾ കടുത്ത ഭീഷണി ഉയർത്തുന്നത്. നേരത്തെ തന്നെ കടുത്ത ഇസ്രായേൽ വിരുദ്ധരാണ് യമനിലെ ഹൂതികൾ. സൗദി അറേബ്യ ഏറെക്കാലം വട്ടം കറക്കിയ യമനിലെ ഗോത്ര വിഭാഗമാണിത്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഷിയ വിഭാഗക്കാരായ ഹൂതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്തുവാൻ അറബ് സഖ്യസേനയ്ക്ക് സാധിച്ചിരുന്നില്ല. സൗദിയുമായി സമാധാനത്തിന്റെ പാതയിലെത്തിയ ശേഷമാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. വടക്കൻ യമനിൽ നിന്ന് 1600 കിലോമീറ്റർ ദൂരെയുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തൊടുത്ത മിക്ക മിസൈലുകളും ഇസ്രായേലി വ്യോമ പ്രതിരോധത്താൽ തടയുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പൽ പിടിക്കുവാൻ അവർ തീരുമാനിച്ചത്. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ ആദ്യ മുന്നറിയിപ്പ്. അതവർ സാധ്യമാക്കുകയും ചെയ്തു. 2 കപ്പലുകൾ ഹൂതികൾ റാഞ്ചിയപ്പോൾ ലോകം ഞെട്ടി. 2 ആഴ്ച മുമ്പ് ഇസ്രായേലിലേക്ക് കാറുകളുമായി പോയ കപ്പൽ പിടികൂടിയ ഹൂതികൾ കപ്പലിൽ നിന്നുള്ള വീഡിയോ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവർ നോർവീജിയൻ കപ്പൽ ആക്രമിച്ചു. ഇസ്രായേലിലേക്ക് എണ്ണയുമായി പോയ കപ്പലാണ് ആക്രമിച്ചതെന്ന് ഹൂതികൾ പറയുന്നു. എന്നാൽ ഇറ്റാലിയയിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് സ്ട്രിൻഡ കപ്പൽ അധികൃതർ അറിയിച്ചിരുന്നു. ഇസ്രായേലിലേക്കോ തിരിച്ചോ വരുന്ന ഏത് രാജ്യത്തിന്റെ ചരക്ക് കപ്പലും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പുതിയ ഭീഷണി. നിലവിൽ യമൻ 3ആയി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. 1 ഹൂതികൾക്ക് നിയന്ത്രണമുള്ള വടക്കൻ യമൻ, 2 സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭാഗം, 3 UAE നിയന്ത്രിക്കുന്ന നാഷണൽ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഭാഗം. ഇതിൽ ഹൂതികൾ നിയന്ത്രിക്കുന്ന വടക്കൻ യമനിലാണ് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാത എന്നറിയപ്പെടുന്ന ബാബരി മൻദീബ് സ്ട്രീറ്റ് ഉള്ളത്. ചെങ്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന 16 കിലോമീറ്റർ വീതി മാത്രമുള്ള ഈ മേഖലയിലൂടെയാണ് ലോകത്തിന്റെ എണ്ണയുടെ 9% കടന്നുപോകുന്നത്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എളുപ്പത്തിലുള്ള കപ്പൽ പാതയാണിത്. ചെങ്കടൽ, സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിൽ എത്തിയാൽ അവിടെ നിന്ന് യൂറോപ്പിലെ ഏത് രാജ്യത്തേക്കും എത്താവുന്നതാണ്. ഈ കുപ്പിക്കഴുത്ത് പോലുള്ള ബാബരി മൻദീബ് സ്ട്രീറ്റിലാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ 2 പ്രധാന ചരക്കുപാതകളിൽ ഒന്നാണ് ചെങ്കടൽ പാത, മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക്. ഇവിടെ ഇറാന്റെ സ്വാധീനം ശക്തമാണ്. ഇസ്രായേൽ കമ്പനികളുടെ കപ്പൽ, ഇസ്രായേൽ പതാക വെച്ചുള്ള കപ്പൽ, ഇസ്രായേലിന് ഓഹരിയുള്ള കമ്പനികളുടെ കപ്പൽ എന്നിവയെല്ലാം ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. മേഖലയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവർ പല രാജ്യക്കാരാണ്. അതുകൊണ്ടാണ് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ വിദേശ പൗരന്മാർ കയറരുത് എന്ന് ഹൂതികൾ താക്കീത് ചെയ്യാൻ കാരണം. ബ്രിട്ടീഷ്, ഫ്രഞ്ച്, US യുദ്ധ കപ്പലുകൾ ഇവിടെ ഉണ്ടെങ്കിലും അവയൊന്നും ഹൂതികൾ ആക്രമിച്ചിട്ടില്ല. ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നു. ഇതോടെ വിദേശ കപ്പലുകൾ ഇസ്രായേലിലേക്ക് ചരക്കുമായി പോകാൻ മടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഉയർന്ന ഇൻഷുറൻസ് തുക വിദേശ കമ്പനികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇസ്രായേലിലെ തുറമുഖങ്ങളും ഇതോടെ വിജനമായിരിക്കുകയാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇതുമൂലം ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത്. ഗസയിലെ ഫലസ്തീൻകാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രായേൽ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ ഉപാധി.
പക്ഷേ ഇത് വെറും കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമാണെന്നും അടിസ്ഥാനപരമായി മതവിരോധവും ഇറാനോടുള്ള വിധേയത്വവുമാണ് അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി 2 മാസം പിന്നിടുമ്പോഴുള്ള ഭീതി ഈ യുദ്ധം ലെബനിലേക്ക് വ്യാപിക്കുമോ എന്നതാണ് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനിലെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധത്തിലാണ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായി ഇടപെടാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെങ്കിൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ മറ്റൊരു ഗസയാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലെബനിൽ നിന്നുമുള്ള ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലി സിവിലിയൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഹിസ്ബുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാൻ തുടങ്ങിയാൽ ബെയ്റൂട്ടും തെക്കൻ ലെബനനും ഗസയിൽ നിന്ന് വളരെ അകലെയല്ല എന്ന് നെതന്യാഹു ഓർമ്മിപ്പിച്ചു. വടക്കൻ ഇസ്രായേലിൽ ലെബനിലെ ഷിയ ഗ്രൂപ്പ് പ്രവർത്തകർ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് തങ്ങളുടെ ജെറ്റുകൾ ഹിസ്ബുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ള നടത്തിയ 11 ആക്രമണങ്ങളിൽ 1 ലെബനൻ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമമായ മമാട്ടിയിലെ നിവാസികളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഒരു വശത്ത് ഗസ മുനമ്പിൽ നിന്ന് ഹമാസിനെയും മറുവശത്ത് ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയെയും തുരത്തുകയാണ് ഇസ്രായേലിന്റെ പദ്ധതി. യഹൂദ സേനയുടെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്കും കനത്ത നാശം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഒരു ഡസനിലേറെ കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. തങ്ങളുടെ കമാൻഡർമാർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സമ്മതിച്ചിട്ടുമുണ്ട്. അബ്ബാസ് ഫൈസി, മുഹമ്മദ് അഹമ്മദ് ഖാസിം എന്നിവർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരണം. ഇതിന് പ്രതികാര നടപടിയെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വീഡിയോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ മെദുല നഗരത്തിൽ കാർ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈൽ തൊടുത്തുവെന്നതാണ് മറ്റൊരു ദൃശ്യം. നേരത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ലെബനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു. ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 2006 ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം അതിർത്തിയിലെ ഏറ്റവും മാരകമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ വടക്കൻ മുനമ്പിൽ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ലെന്നും ഹിസ്ബുള്ള സ്വയം സംയമനം പാലിക്കുകയാണെങ്കിൽ ഇസ്രായേലും അതിർത്തിയിലെ സ്ഥിതിഗതികൾ അതേപടി നിലനിർത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്. ഇനിയും തങ്ങളെ ആക്രമിച്ചാൽ ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടി ലെബനനെ ആക്രമിക്കാൻ പോലും മടിക്കില്ലെന്ന സന്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒടുവിൽ നൽകുന്നത്. ഹൂതികളെപ്പോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും പിന്തുണ കൊടുക്കുന്നത് ഇറാനാണെന്നും വ്യക്തമാണ്. സൗദി, UAE, കുവൈറ്റ്, മൊറോക്കോ, ഈജിപ്റ്റ്, ജോർദാൻ, ലിബിയ, ഖത്തർ, ബഹ്റൈൻ എന്നീ 9 സുന്നി രാഷ്ട്രങ്ങളാണ് 2015 സഖ്യസേനയുണ്ടാക്കി ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിയത്. എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നു. സൗദിയിലെ സൽമാൻ രാജാവായിരുന്നു എല്ലാറ്റിനും നേതൃത്വം കൊടുത്തിരുന്നത്. സൗദി 1.5 ലക്ഷം ഭടന്മാരെയും യുദ്ധത്തിന് വിട്ടുകൊടുത്തു. യുദ്ധവിമാനങ്ങളും കപ്പലുകളുമാണ് സഖ്യരാഷ്ട്രങ്ങൾ കൊടുത്തത്. ഹൂതികളാവട്ടെ സൗദിയുടെ പുക കണ്ടേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു. അവർ ആരാക്കോ പോലുള്ള സൗദിയുടെ എണ്ണ കമ്പനികളെയും കപ്പലുകളെയും ആക്രമിക്കുന്നു. എന്തിന്? മക്കയ്ക്കും മദീനയ്ക്കും നേരെ മിസൈൽ വിടുന്നു. ലോകത്തിലെ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയും അവരുടെ പുണ്യഭൂമിയായ മെക്കയിലേക്ക് മിസൈൽ വിടില്ല. പക്ഷേ ഹൂതികൾ അങ്ങനെയും ചെയ്തു. പക്ഷേ ഭാഗ്യത്തിന് വലിയ ദുരന്തമുണ്ടായില്ല എന്ന് മാത്രം. ഇതേ തുടർന്ന് സൗദി യമനിൽ നടത്തിയ പ്രത്യാക്രമണത്തിലും ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. ഒടുവിൽ സഖ്യസേന യുദ്ധം പാതിവഴിയിൽ നിർത്തി മടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഹൂതികളുമായി സൗദി സമവായ ചർച്ചകൾ തുടർന്നു വരികയാണ്. ഇന്ന് 3 ഭാഗമായി വിഭജിക്കപ്പെട്ട നിലയിലാണ് യമൻ. വടക്കൻ യമനാവട്ടെ ഹൂതികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലും. യമൻ ആഭ്യന്തര യുദ്ധം 1,50,000-ലധികം ആളുകളെ കൊല്ലുകയും ലോകത്തിലെ ഏറ്റവും മോശം മാനുഷിക ദുരന്തങ്ങളിലൊന്നായി മാറുകയും ചെയ്തിട്ടും അവർ പാഠമൊന്നും പഠിച്ചില്ല. ഹൂതി പ്രസ്ഥാനം കടുത്ത ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കാലക്രമേണ അത് അമേരിക്കൻ വിരുദ്ധ, സൗദി വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ മുന്നേറ്റങ്ങൾ ശക്തമാക്കി. ദൈവമാണ് ഏറ്റവും വലിയവൻ, അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, യഹൂദരെ ശപിക്കൂ, ഇസ്ലാമിന് വിജയം എന്നതാണ് ഹൂതികളുടെ ഔദ്യോഗിക മുദ്രാവാക്യം. ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം തുടങ്ങിയ വേളയിൽ തന്നെ ഹൂതികൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന വാർത്തകൾ വന്നിരുന്നു. കൂടാതെ യമനിലെ സൈന്യം ഇസ്രായേലിനെതിരെ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഇരുവരും മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി ഹൂതി വിമതർ തങ്ങളുടെ ബഹുജന റാലികളിൽ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ട്. എന്നാൽ ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത് വരെ അവർ അത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഗസയുടെ പേരിൽ ഒരു കാരണം കൂടി കിട്ടിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.